നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന പല കൊലപാതകങ്ങളും അക്രമങ്ങളും പരിശോധിച്ചാൽ അതിനു പിന്നിൽ നിസ്സാര കാരണങ്ങളായിരിക്കും. കൊച്ചിയിൽ ഒരാളുടെ ജീവനെടുത്തത് വീട്ടിലെ വളർത്തുനായയെ കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ്. ഹൈക്കോടതിയിലെ ഡ്രൈവറായ വിനോദിനെ 4 അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കൊച്ചി മുല്ലശ്ശേരി കനാലിന് സമീപം താമസിക്കുന്ന വിനോദിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരായ 4 പേരും തപാൽ വകുപ്പിലെ ജീവനക്കാരാണ്. കഴിഞ്ഞ മാർച്ച് 25-നാണ് വിനോദിന്റെ മരണവുമായി ബന്ധപ്പെട്ട മർദ്ദന സംഭവം അരങ്ങേറുന്നത്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സതീഷ് നയനാന്റെ ഡ്രൈവറാണ് വിനോദ്. വിനോദിന്റെ വീട്ടിലെ വളർത്തുനായ പുറത്തുകൂടി പോയ 4 ഇതര സംസ്ഥാന തൊഴിലാളികളെ കണ്ട് കുരയ്ക്കുകയും അതേ തുടർന്ന് അവർ നായയെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞ് ആക്രമിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്യാൻ ചെന്ന വിനോദിനെയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആക്രമിച്ചത്. ഇതേ തുടർന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ക്രൂരമർദ്ദനത്തിനാണ് വിനോദ് ഇരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സ്വദേശി അശ്വിനി ഗോൾക്കർ, ഗാസിയാബാദ് സ്വദേശി കുശാൽ ഗുപ്ത, ഹരിയാന സ്വദേശി ദീപക്, രാജസ്ഥാൻ സ്വദേശി ഉൽകർഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അശ്വിനി ഗോൾക്കറാണ് വിനോദിനെ ക്രൂരമായി മർദ്ദിച്ചത്. വിനോദിന്റെ കഴുത്തിലൂടെ പിന്നോട്ട് വലത് കൈയിട്ട് ചേർത്ത് പിടിക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്തു. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിലച്ചതോടെയാണ് വിനോദ് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കായത്. കഴിഞ്ഞ ഒരാഴ്ചയായി വിനോദ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്.